പണ്ട് ഇതുപോലെയുള്ള ക്യാമറയോ സിസ്റ്റമോ ഇതുപോലെയുള്ള യാതൊരു എക്യുപ്മെൻസും ഇല്ലാത്തൊരു കാലഘട്ടം. അന്ന് എന്തേ ഉള്ളൂ? ഒരു മാനുവൽ ട്രം മാത്രമേ ഉള്ളൂ. അന്ന് ആ ട്രം കൊട്ടാൻ വരുന്നവൻ ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിന് വരണം. ഏത്? 2, ട്രം കൊട്ടുന്നവൻ ഏറ്റവും മുമ്പിൽ, ഈ ഷാനു ഇരിക്കുന്ന പോലെ ഏറ്റവും മുൻപിൽ വന്ന് മുഴങ്കാൽ മടക്കിയിരിക്കണം. ട്രം കൊട്ടാൻ ആ സ്റ്റിക്ക് എടുക്കുന്നവൻ അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. ഇതായിരുന്നെന്ന് പെന്തക്കോസ്തിന്റെ തുടക്കം. ഇന്നോ വിശുദ്ധിയുടെയും വേർപാടിന്റെയും എല്ലാ അതിർവരമ്പുകൾ ലംഘിച്ചിട്ട് മെഗാ ചർച്ച് എന്നുള്ള ഒറ്റ കോൺസെപ്റ്റ് ഇന്നത്തെ സഭാ നേതൃത്വങ്ങളിൽ വന്നിരിക്കുകയാണ്. മെഗാ ചർച്ച്. അപകടം ദൈവമക്കൾ മനസ്സിലാക്കണം. വിശുദ്ധിയും വേർപാടും ഇല്ലാതെ എല്ലാവരും കൂടെ കൂടുന്ന ഒരു എന്റർടൈൻമെന്റ് ഇടമല്ല ആത്മീക യോഗങ്ങളും ആരാധനകളും സഭാ ആരാധനകളും. പണ്ട് കാലത്ത് നമ്മുടെ വിശുദ്ധന്മാർ സഭയ്ക്കകത്ത് ഒരാൾ പരസ്യമായി പ്രാർത്ഥിക്കണമെങ്കിൽ സാക്ഷ്യമുള്ളവരെ കൊണ്ടേ പ്രാർത്ഥിപ്പിക്കത്തുള്ളായിരുന്നു. സ്തോത്രം ചെയ്താട്ടെ. ഒരു വീട്ടിൽ കുടുംബ പ്രാർത്ഥന വെക്കണമെങ്കിൽ ആ കുടുംബം സാക്ഷ്യമുള്ള കുടുംബമായിരിക്കണമായിരുന്നു.